തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയെ വരവേൽക്കാനെത്തിയത് ലക്ഷങ്ങൾ. വൈകിട്ട് 3 മണിയോടെ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി 2 ലക്ഷം വനിതകൾ പങ്കെടുത്ത സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. മോദി വിരോധത്തിന്റെ പേരിൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടരയോടെ ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെത്തിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലെത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. ശേഷം തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച വനിതകളുടെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തി. കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ എന്ന മലയാളത്തിൽ അഭിസംബോധന ചെയ്തായിരുന്നു പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷം സ്ത്രീകൾക്കായി നടപ്പാക്കിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया. ये कैसे बने? मोदी गारंटी. हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की. ये किसे संभव बनाया? मोदी गारंटी. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी गारंटी. കേരളത്തിലെ കോൺഗ്രസ് CPM പാർട്ടികൾ പേരിൽ മാത്രമാണ് രണ്ടായി നിൽക്കുന്നത്. അഴിമതിയും അക്രമവും കുടുംബവാഴ്ചയും ഇവർ ഒരുമിച്ചാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവർ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ രണ്ടല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം BJPയിലൂടെ മാത്രമേ സാധിക്കൂ എന്നും സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് അറിയാവുന്നത് വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കാനാണെന്നും ശബരിമലയിലെ കുത്തഴിഞ്ഞ നടത്തിപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്കൊപ്പം കലാ, സാംസ്കാരിക, കായിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ മഹിളകൾ വേദി പങ്കിട്ടു. അമൃത ന്യൂസ്, തൃശൂർ.